അത് പിന്നീടാണ് എനിക്കറിയാം മനസ്സിലായത്. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ, ഇൻകം ഫ്രണ്ട്സ് എടുത്താൽ അതിനകത്ത് ബാധ്യത കാണിക്കില്ല. ഒരു പക്ഷേ അങ്ങനെ വാങ്ങിയ പൈസ അദ്ദേഹം ബാങ്കിൽ അടച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ഡീൽ മുന്നോട്ട് പോയേനെ. പക്ഷേ ആ പണം അടയ്ക്കാതിരുന്നത് കൊണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ കരാറിൽ നിന്ന് പിന്മാറിയത്. ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, തരാമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വളരെ അടുത്തെത്തിയിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നടപടിയിലേക്ക്. പ്രത്യേകിച്ച് ഒരു നിയമം നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല, എനിക്കല്ല ആർക്കും. നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയുടെ ഭാര്യയുടെ ഭൂമി തിരുവനന്തപുരം സബ് കോടതി ജപ്തി ചെയ്തത്. ഈ ഭൂമിയുടെ വായ്പാ ബാധ്യത മറച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയുടെ വിൽപ്പനയ്ക്ക് അഡ്വാൻസ് വാങ്ങി എന്നതായിരുന്നു ഈ ഒരു നടപടിക്കുണ്ടായ പരാതി എന്ന് പറയുന്നത്. ഈ പരാതി നൽകിയ ഉമർ ഷെരീഫാണ് ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ ഒരു ജപ്തി നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സത്യത്തിൽ ഈ താങ്കളും ഈ പോലീസ് മേധാവിയും തമ്മിലുള്ള ഇടപാട് എന്താണ്? ഇപ്പോഴത്തെ DGP ശ്രീ ദർവേ സാഹിബിൻ്റെ ഒരു പ്രോപ്പർട്ടി പേരൂർക്കട മണികണ്ഠേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെ സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് നേരെ DGP പോയി കാണുകയും എല്ലാ കരാറുകളും ചർച്ചകളും അദ്ദേഹമായിട്ടാണ് നടത്തിയത്. മുൻധാരണ പ്രകാരം വില പറഞ്ഞ് സമ്മതിക്കുകയും 2023 ജൂൺ 22 കരാറാക്കുകയും അന്നേ ദിവസം 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം ഈ പ്രോപ്പർട്ടി DGPയുടെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലാണ്. അതിനുശേഷം 4 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വീണ്ടും 10 ലക്ഷം രൂപ സെയിം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. SBI ആൽത്തറ ബ്രാഞ്ചിലേക്കാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ പണമായിട്ട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ ചേംബറിലാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ മൂന്നാമത് കൊടുത്തതും പൈസ 15 ലക്ഷം രൂപ അദ്ദേഹം അന്നേ ദിവസം തന്നെ റിസീവ്ഡ് 15 lakhs എന്ന് എഴുതി, ടോട്ടൽ 30 lakhs എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ആധാരം കാണണമെന്ന് പറയുകയും, അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ആധാരത്തിൻ്റെ ഇതിനകത്ത് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇൻകം ഫ്രണ്ട്സ് എടുത്തിരുന്നു. അതിനകത്ത് ബാധ്യതകളൊന്നും കാണുന്നില്ലായിരുന്നു. അത് പിന്നീടാണ് എനിക്കറിയാം മനസ്സിലായത്. നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ, ഇൻകം ഫ്രണ്ട്സ് എടുത്താൽ അതിനകത്ത് ബാധ്യത കാണിക്കില്ല. പകരം അവർ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ്. ഈ പണം സെറ്റിലായതിനു ശേഷമേ ഒറിജിനൽ ഡോക്യുമെൻറ്റ് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതറിയായിരുന്നെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ലയബിലിറ്റി ഉള്ള പ്രോപ്പർട്ടി എനിക്ക് ആവശ്യമില്ലെന്നും ഞാൻ കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും അറിയിച്ചു. ഞാൻ കൊടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടു. തരാമെന്ന് പറഞ്ഞ് നാളിതുവരെ, അതുകൊണ്ട് ഓൾമോസ്റ്റ് 1 year വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പല പ്രാവശ്യം ചോദിക്കുമ്പോഴും തരാമെന്ന് തന്നെ പറയും, പക്ഷെ തരില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലാവധി വളരെ അടുത്തതായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയത്. അപ്പോൾ പണം തരാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വക്കീൽ മുഖാന്തരം മിസ്റ്റർ അശോക് കുമാർ, അദ്ദേഹമാണ് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് നിയമ നടപടി എടുക്കാം, പോലീസിൽ പോയിട്ട് കാര്യമില്ല. അങ്ങനെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം 2 രജിസ്റ്റേർഡ് നോട്ടീസ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും വെവ്വേറെ അയച്ചു. വിത്തിൻ 10 ദിവസത്തിനകത്ത് ഫണ്ട് തിരികെ കൊടുക്കണമെന്നും എഗ്രിമെൻറ്റിൽ നിന്ന് ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പുള്ളിയുടെ വക്കീൽ രേഖാമൂലം എൻ്റെ വക്കീലിന് റിപ്ലൈ കൊടുത്തു, പണം തരാൻ സാധ്യമല്ല, ഉറപ്പിച്ചു തന്നെ പറഞ്ഞ് റിട്ടേണായിട്ട് ലെറ്റർ തന്നു, രജിസ്റ്റേർഡ് ലെറ്ററാണ് അയച്ചത്. അത് പ്രകാരം നേരെ കോടതിയിൽ എല്ലാ തെളിവുകളും അഗ്രിമെൻറ്റ് കോപ്പിയും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടും കാര്യങ്ങളും എല്ലാം കാണിച്ച് ബഹുമാനപ്പെട്ട കോടതി ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 25-ാം തീയതി കഴിഞ്ഞ മാസം 2024 മെയ് 25-ാം തീയതി കോടതി അറ്റാച്ച്മെൻറ്റ് പുറപ്പെടുവിക്കുകയും കോടതിയുടെ ആമീൻ വന്ന് സബ് രജിസ്ട്രാർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും ജപ്തി നടപടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കുകയും പ്രോപ്പർട്ടിയിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു. കൂടാതെ കോടതി അദ്ദേഹത്തിന് രജിസ്റ്റേർഡ് നോട്ടീസും അയച്ചു. ഈ ഉത്തരവ്
അതിനുശേഷവും ഒരു വിവരവുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമം നടത്തി, കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ടു, കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട നടപടികളെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഓൺലൈനായിട്ട് ഞാൻ പരാതി സമർപ്പിച്ചു. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തതായും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നെസസറി ആക്ഷൻ എടുക്കുമെന്നും ഒരു റിപ്ലൈ തന്നതല്ലാതെ ഇന്ന് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കരാർ കാലാവധി എത്രയായിരുന്നു? എത്ര സെൻറ്റ് സ്ഥലവും ഉണ്ട്? ഇത് 10.8 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 11 സെൻറ്റ് തികച്ചില്ല. 2 മാസമായിരുന്നു കാലാവധി. അപ്പോൾ അതിനകത്ത് മാക്സിമം പൈസ വാങ്ങിയെടുക്കുക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം, അറിയില്ല. എന്തായാലും ഈ 30 ലക്ഷം രൂപയും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ അലർട്ടായത്. ഈ വായ്പാ ബാധ്യതയെക്കുറിച്ച് യാതൊരുവിധ മുന്നറിയിപ്പും തന്നിരുന്നില്ല. കൂടാതെ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്, ഇതിന് ഈ പ്രോപ്പർട്ടിയിൽ യാതൊരുവിധ കടബാധ്യതയില്ല എന്നും, കടബാധ്യതയോ മറ്റ് ഒരു ലയബിലിറ്റിയും ഇല്ല എന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസിൽ പോയി പണം കൊടുത്തു എന്ന് പറഞ്ഞു, അപ്പോൾ DGP അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുത്തത്. കൊടുക്കുകയും അപ്പോൾ തന്നെ ഞാൻ ഒറിജിനൽ എഗ്രിമെൻറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ ബാക്ക് പേജിൽ എഴുതി സൈൻ ചെയ്ത് തരികയും ചെയ്തു. നിലവിലിപ്പോൾ താങ്കൾ ഈ വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുക? അതെ. എന്താണ് ആവശ്യം? ഈ പണം തിരിച്ചു കിട്ടണമെന്നാണ്? തീർച്ചയായും. അല്ല, നമുക്ക് ഇതുപോലൊരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ട് ഒരു കേസിനോ വഴക്കിനോ പോകേണ്ട അങ്ങനെയുള്ള ഒരാളുമല്ല നമ്മൾ. അതിനുള്ള പവർ നമുക്കില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്നത് എൻ്റെ പണം തിരിച്ചു കിട്ടിയാൽ സ്വമേധയാ ഞാൻ ഈ കേസുകൾ വിഡ്രോ ചെയ്യാം, ഈ അറ്റാച്ച്മെൻറ്റ് റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഈ പണം തിരിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആദ്യ സമയങ്ങളിലെല്ലാം തരാമെന്ന് തന്നെയായിരുന്നു, ഒരിക്കലും തരില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. തരാമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വളരെ അടുത്തെത്തിയിട്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നടപടിയിലേക്ക് നീങ്ങിയത്. കാരണം ഇല്ലെങ്കിൽ പുള്ളി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണം സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമില്ല. ആകെ പറ്റുന്നൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുകയെ നിർവാഹമുള്ളായിരുന്നു. അതുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും ലെവലിൽ നമ്മൾ അപകീർത്തിപ്പെടുത്തണമെന്നോ മോശക്കാരനാക്കണോ എന്നുള്ള ഒരാഗ്രഹം ഇപ്പോഴും ഇല്ല, അപ്പോഴും ഇല്ല. കൂടാതെ അദ്ദേഹത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും വളരെ മാന്യമായ ഇടപെടലും വളരെ സത്യസന്ധനാണെന്നും അങ്ങനെ തന്നെയാണ് പൊതുവെ പബ്ലിക്കിൽ കിട്ടുന്നൊരു റിപ്ലൈയും. അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തെ പോലെ ഒരാളുടെ ഭാഗത്ത് ഇങ്ങനൊരു തിക്താനുഭവം എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. കാരണം ഇത്തരത്തിലൊരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലുമില്ല. കാരണം ഒരു സാധാരണക്കാരനല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു നിയമം നടപ്പിലാക്കേണ്ട ഒരു വ്യക്തിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. എനിക്കല്ല, ആർക്കും. അങ്ങനെയുള്ളവർ മറ്റുള്ളവർ പബ്ലിക്കിന് മുന്നിലൊരു മാതൃക ആയിട്ട് ജീവിക്കേണ്ടതല്ലേ. എന്ത് തന്നെയായാലും ഒരാളിൻ്റെ പണം കൈവശപ്പെടുത്തിയാൽ അത് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ആരായാലും. ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു മനുഷ്യരെന്ന് പറയുമ്പോൾ അദ്ദേഹം അതൊരു മാതൃക ആക്കേണ്ട ആളാണ്. വായ്പാ ബാധ്യത 26 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് 30 ലക്ഷം രൂപയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ബാധ്യതയുള്ള ആൾ ഈ 30 ലക്ഷം രൂപ വാങ്ങിയാൽ ആ ബാധ്യത തീർത്ത് പ്രോപ്പർട്ടി ക്ലിയർ ചെയ്യണം. ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചതാണെങ്കിൽ പോലും ഈ കാശ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിച്ച് ആ ബാധ്യത തീർത്ത് പ്രോപ്പർട്ടി എടുത്ത് തരാമായിരുന്നു. അപ്പോൾ അത് അടയ്ക്കേണ്ട പണത്തേക്കാൾ കൂടുതൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും അത് അടയ്ക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു ബാക്ക് ഡ്രാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻറ്റൻഷനലി പുള്ളി അടയ്ക്കാത്തതാണ്, വീണ്ടും പണം ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ കരാറിൽ നിന്ന് പിൻവാങ്ങിയത്. ഒരു പക്ഷേ അങ്ങനെ വാങ്ങിയ പൈസ അദ്ദേഹം ബാങ്കിൽ അടച്ചിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രോപ്പർട്ടിയുടെ ഡീൽ മുന്നോട്ട് പോയേനെ. പക്ഷേ ആ പണം അടയ്ക്കാതിരുന്നത് കൊണ്ടും വീണ്ടും പണം ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ കരാറിൽ നിന്ന് പിന്മാറിയത്. ഈ വക്കീൽ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ അയച്ചു? എന്തായിരുന്നു റീപ്ലൈ? വക്കീൽ നോട്ടീസ് അദ്ദേഹത്തിനും വൈഫിനും 2 പേർക്കും വെവ്വേറെ തന്നെയാണ് അയച്ചത്. അതിന് റിപ്ലൈ അദ്ദേഹത്തിൻ്റെ വക്കീൽ എൻ്റെ വക്കീലിന് അശോക് കുമാർ അദ്ദേഹത്തിന് രേഖാമൂലം റിപ്ലൈ തന്നു. പണം തരാൻ സാധ്യമല്ല, വേണമെങ്കിൽ പ്രോപ്പർട്ടി തരാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി വേണ്ട എന്നും കരാറിൽ നിന്ന് പിന്മാറുകയാണെന്നും 10 മാസങ്ങൾക്ക് മുന്നേ
അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പുള്ളി തരാൻ ഉദ്ദേശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ആകെ കൂടെ ഒരു ശരണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ മുന്നിൽ പറയുകയെ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് വന്നിരുന്ന് എൻ്റെ ഒരു വിഷമ കാര്യങ്ങൾ പറയുന്നത്. കാരണം കോടതിയിൽ പോയിട്ട് അറ്റാച്ച്മെൻറ്റ് കിട്ടി നീതി തന്നെ പറയാം. പക്ഷേ അതുകൊണ്ടായില്ല. നമ്മുടെ പണം കയ്യിലെത്തുന്നത് വരെ ആ പ്രോപ്പർട്ടി അവിടെ ബ്ലോക്ക് ആയി എന്നുള്ളതില്ലാതെ കഴിഞ്ഞ് നമുക്ക് ഗുണം കിട്ടണം. എൻ്റെ നഷ്ടപ്പെട്ട പണം എനിക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പണം എങ്ങനെ സമ്പാദിച്ചതാണ് എന്നുള്ളൊരു സംശയം ഉയർന്നു വരും എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. എനിക്കവിടെ സൂപ്പർ മാർക്കറ്റായിരുന്നു. കൂടാതെ നാട്ടിൽ പണം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്താണ്. അല്ലാതെ ക്യാഷായിട്ട് കൊടുത്തത് വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. അത് പണമായിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട്. ബാക്കി 25 ലക്ഷം രൂപയും ബാങ്ക് ട്രാൻസ്ഫറായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിലിതൊരു വൻ തട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നത്? ഞാൻ ഒരിക്കലും അദ്ദേഹം തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഈ ഞാനുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുകയും ആ കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ആരോപണം തന്നെയാണ്. പൈസ തിരിച്ചു തരുന്നില്ല, അപ്പോൾ ഒരു തട്ടിപ്പ് തന്നെയല്ലേ? അതാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത്. എനിക്ക് പണം തിരികെ കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ അദ്ദേഹമായിട്ട് ഒരു കേസിനോ മുന്നോട്ട് പോകാൻ എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല. അതായത് ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് എൻ്റെ പണം തിരികെ തരിക, കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കുക. ഞാൻ കേസിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറുമാണ്. പണം തിരിച്ചു കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.